My dear students, in the last class, we have studied about the plant cell. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സസ്യകോശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. We have also studied the different parts of a plant cell. സസ്യകോശത്തിലെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും നാം മനസ്സിലാക്കി. Now we can study more about each cell organelle. ഇനി നമുക്ക് ഓരോ കോശാംഗത്തെക്കുറിച്ചും കൂടുതലായി മനസ്സിലാക്കാം. The first cell organelle is mitochondrion. ആദ്യത്തെ കോശാംഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. It is the power house of the cell. ഇത് കോശത്തിലെ ഊർജ നിലയം എന്ന് അറിയപ്പെടുന്നു. Why is it called as the powerhouse of the cell? എന്തുകൊണ്ടാണ് ഈ കോശാംഗത്തെ കോശത്തിലെ ഊർജ നിലയം എന്ന് വിളിക്കുന്നത്? Mitochondrion is known as the powerhouse of the cell because it helps in the production and storage of energy. മൈറ്റോകോൺഡ്രിയോൺ എന്ന കോശാംഗത്തെ കോശത്തിലെ ഊർജ നിലയം എന്ന് വിളിക്കുന്നത് ഈ കോശാംഗമാണ് ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത്. We have already studied that we need energy to perform the life activities. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് പ്രവൃത്തി ചെയ്യുന്നതിന് ഊർജം ആവശ്യമാണ്. This energy is produced from the food we eat. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ നിന്നാണ് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ ഊർജം നമുക്ക് ലഭിക്കുന്നത്. The nutrients present in the food release energy. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ് അല്ലെങ്കിൽ പോഷക ഘടകങ്ങളിൽ നിന്നാണ് ഊർജം ഉണ്ടാകുന്നത്. മൈറ്റോകോൺഡ്രിയോൺ helps in the production and storage of energy. Mitochondria store energy that is produced from the nutrients. മൈറ്റോകോൺഡ്രിയ ഊർജം സംഭരിക്കുന്നതിന് സഹായിക്കുന്നു. പോഷക ഘടകങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ഊർജം സംഭരിച്ച് വയ്ക്കുന്നത് മൈറ്റോകോൺഡ്രിയോൺ എന്ന കോശാംഗമാണ്. Where this mitochondrion is seen abundantly. Mitochondrion is seen abundantly in the cells of liver, brain and muscles. മൈറ്റോകോൺഡ്രിയോൺ എന്ന കോശാംഗം ഏറ്റവും കൂടുതലായി കാണുന്നത് എവിടെയാണ്? കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിലാണ് മൈറ്റോകോൺഡ്രിയോൺ കൂടുതലായി കാണപ്പെടുന്നത്. Why mitochondrion is seen abundant in the cells of liver, brain and muscles? Because liver, brain and muscles need more energy. Their energy requirement is high. So, in the cells of liver, brain and muscles, mitochondrion are seen abundantly. എന്തുകൊണ്ടാണ് കരൾ, തലച്ചോറ്,
പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ മൈറ്റോകോൺഡ്രിയോൺ കൂടുതലായി കാണപ്പെടുന്നത്? കാരണം കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ ഊർജത്തിന്റെ ആവശ്യം കൂടുതലാണ്. The cells of liver, brain and muscles are working more than the other cells. So they need more energy. Their energy requirement is high. So there are more mitochondria are seen in the cells of liver, brain and muscles. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങൾ മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി പ്രവർത്തിക്കുന്നു. അതിനാൽ അവയുടെ ഊർജാവശ്യം കൂടുതലാണ്. അതിനാലാണ് കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതൽ മൈറ്റോകോൺഡ്രിയോൺ കാണപ്പെടുന്നത്. The second cell organelle is endoplasmic reticulum. All of you look at the figure 1.4 where endoplasmic reticulum is seen. It is seen connecting the nuclear membrane and the cell membrane. Endoplasmic reticulum connects the membrane, the outermost membrane of the nucleus, that is nuclear membrane, to the cell membrane or plasma membrane. അടുത്ത കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എവിടെയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്? മർമ്മത്തിന്റെ ഏറ്റവും പുറമേ കാണുന്ന സ്ഥലമായ മർമ്മ സ്ഥലത്തിൽ നിന്ന് ആരംഭിച്ച് പ്ലാസ്മ സ്ഥലം അഥവാ കോശസ്ഥലത്തിൽ അവസാനിക്കുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. So endoplasmic reticulum starts from the nuclear membrane and ends in the cell membrane. Endoplasmic reticulum മർമ്മസ്ഥലത്തിൽ നിന്ന് ആരംഭിച്ച് കോശസ്ഥലം അഥവാ പ്ലാസ്മ സ്ഥലത്തിൽ അവസാനിക്കുന്ന സ്ഥലമാണ്. What is the function of endoplasmic reticulum? It is the passage seen inside the cell. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ധർമ്മം? ഇത് കോശത്തിനുള്ളിലെ സഞ്ചാര പാതയാണ്. Why it is called as the passage in the cell? എന്തുകൊണ്ടാണ് ഇവയെ കോശത്തിനുള്ളിലെ സഞ്ചാര പാത എന്ന് വിളിക്കുന്നത്? It helps in the conduction of materials inside the cell. ഇത് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നതിന് സഹായിക്കുന്നു. The conduction of materials inside the cell takes place through this cell organelle. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം is also known as cytoskeleton. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥികൂടം എന്ന പേരിലും അറിയപ്പെടുന്നു. We all know the function of a skeleton. ഒരു അസ്ഥികൂടത്തിന്റെ ധർമ്മം എന്താണെന്ന് നമുക്കറിയാം. It gives shape, protection and strength to the body. അസ്ഥികൂടം നമ്മുടെ ശരീരത്തിന് ആകൃതിയും ദൃഢതയും ബലവും നൽകുന്നു.
Why endoplasmic reticulum is known as cytoskeleton? Because it provides firmness and shape to the cell. എന്തുകൊണ്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. അതിനാലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നത്. Name the cell organelle which is known as cytoskeleton. Answer: endoplasmic reticulum. ഏത് കോശാംഗമാണ് കോശാസ്ഥികൂടം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. The materials needed for the cells are conducted through the passage endoplasmic reticulum. കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നത് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. Now we can write some questions and their answers. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എഴുതാം. What are the functions of mitochondrion? Mitochondrion helps in the production and storage of energy. എന്താണ് മൈറ്റോകോൺഡ്രിയോൺ എന്ന കോശാംഗത്തിന്റെ ധർമ്മം? ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. Name the cell organelle which is known as powerhouse of the cell. Answer: mitochondrion. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന കോശാംഗം ഏത്? mitochondrion. Where mitochondrion are seen abundantly. Mitochondrion are seen abundantly in the cells of liver, brain and muscles where energy requirement is high. എവിടെയാണ് മൈറ്റോകോൺഡ്രിയോൺ കൂടുതലായി കാണപ്പെടുന്നത്? ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ മൈറ്റോകോൺഡ്രിയോൺ കൂടുതലായി കാണപ്പെടുന്നു. Name the cell organelle which is known as passage in the cell. Answer: endoplasmic reticulum. ഏത് കോശാംഗമാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. What are the functions of endoplasmic reticulum? Endoplasmic reticulum conducts materials inside the cell. Endoplasmic reticulum provides firmness and shape to the cell. എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന കോശാംഗത്തിന്റെ ധർമ്മം? കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. Which cell organelle is known as cytoskeleton? Answer: endoplasmic reticulum. ഏത് കോശാംഗമാണ് കോശാസ്ഥികൂടം എന്ന പേരിൽ അറിയപ്പെടുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. Why endoplasmic reticulum is known as cytoskeleton? Endoplasmic reticulum is known as cytoskeleton as it provides firmness and shape to the cell.
എന്തുകൊണ്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥികൂടം എന്ന പേരിൽ അറിയപ്പെടുന്നത്? കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശാസ്ഥികൂടം എന്ന പേരിൽ അറിയപ്പെടുന്നു.